ഉപദേശം ചോദിക്കാൻ പാടില്ല എന്നാണ്, എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ വിവാഹത്തിന് ശേഷം പ്രണയം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാനിടയ്ക്ക് ഉണ്ണിമായ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഉണ്ണിമായുടെയും ശ്യാം പുഷ്കറിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ വിവാഹത്തിന് ശേഷം എങ്ങനെയാണ് പ്രണയം നിലനിർത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിമായ പറയുന്നുണ്ട്, അത് വലിയൊരു അഭ്യാസമാണ്. എന്ന് വെച്ചാൽ വളരെ ഊർജ്ജം വേണ്ടി വരുന്ന ഒരു പരിപാടിയാണ് വിവാഹത്തിന് ശേഷം പ്രണയം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ നമുക്കിപ്പോൾ മോണോഗമിക് ആവാം, പോളിഗമിക് ആവാം. ഇത് സംസാരിക്കുന്ന സമയത്തുമൊക്കെ കുടുംബ വ്യവസ്ഥയോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. നമ്മുടെ സിറ്റുവേഷനനുസരിച്ച് കുടുംബ വ്യവസ്ഥയോടാണ് കൂടുതൽ താല്പര്യം. രണ്ടും സ്വീകരിക്കുന്നവരുണ്ട്, ലിവിങ് ടുഗദറൊക്കെ സ്വീകരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ വിവാഹത്തിന് ശേഷം പ്രണയം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അശ്വതിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളത് നോക്കിക്കാണേണ്ടതെന്നൊന്ന് പറയാമോ? ഈ പ്രണയം എന്നുള്ള ടേമിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു റിലേഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു സ്പാർക്ക് ഉണ്ട്, അത് നേച്ചറായിട്ട് നമുക്ക് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം റീപ്രൊഡക്ഷൻ നടക്കണം എന്നുള്ളത് കൊണ്ട് നേച്ചറായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഒരു റിലേഷനിലായിരിക്കുമ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഫീൽ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മളൊരു ഇണയെ കണ്ടുപിടിക്കുന്നു, അവർ നമ്മുടേതായിരിക്കാൻ ആ ഒരു പൊസസീവ്നെസ് പോലും അത് നേച്ചറായിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. അവർ നമ്മുടേതായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നു, ആ റിലേഷൻ മുന്നോട്ട് പോകുന്നു. റീപ്രൊഡക്ഷൻ ആണ് പ്രകൃതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലെത്തുന്നു, ആ ഒരു കുട്ടിയെ വളർത്തുന്ന ഒരു ഇനീഷ്യൽ ഫേസിൽ ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഗ്രാജുവലി മനുഷ്യന് സംഭവിക്കുന്നതാണ് ഈ പ്രണയത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ ഇതിൽ പ്രണയം സൂക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് ഭയങ്കര ശരിക്കും നമ്മൾ മാരേജിൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിത് വളരെ ലൂസായിട്ട് വിട്ട് കളയുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികളായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള റോളിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈവൻ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ അച്ഛനെ മിക്കവരും അഡ്രസ്സ് ചെയ്യുന്നത് അച്ഛാന്ന് തന്നെയായിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾ വിളിക്കുന്ന പപ്പ, ഡാഡി ഈ ഒരു പേരിലായിരിക്കും ഭർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ള പ്രയോറിറ്റി കഴിഞ്ഞിട്ടാണ് ആസ് കപ്പിൾസ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവർ ആലോചിക്കുന്നത്. അപ്പം മാരേജിൽ കോൺഷ്യസ് വർക്ക് നടത്തുന്നത് വളരെ കുറവാണ്. ഇനി എനിക്ക് തോന്നുന്നത് മാരേജിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പ്രണയത്തെ കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു കമ്പാനിയൻഷിപ്പിലാണെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു ഇമോഷൻ കൂട്ടാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പ്രോബ്ലത്തിലാണെങ്കിൽ, ഞാനൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ, ഐ ക്യാൻ ഗോ ടോക്ക് ടു ഹിം. ഇതേ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഓൾവേസ് കം ടു മീ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുമിച്ചൊരു സ്പേസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ, ഇനി എന്ത് സംസാരിക്കാനാ, അങ്ങനൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഞങ്ങളുടെ ടീനേജിൽ തൊട്ട് ഒരുമിച്ച് കണ്ടു വളർന്ന ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഗ്രോ ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വലിയും ഗ്രോ ചെയ്തിട്ടുണ്ട്. ആ ഗ്രോത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സമയത്തും ഇതിനകത്ത് പ്രണയമാണോ മുന്നിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. അതൊരു കള്ളമായിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പ്രണയത്തെക്കാൾ ഉപരി അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പാണ്. അപ്പം നമ്മൾ മക്കൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഈച്ച് അതർ ഒരു ടൈം കൊടുക്കുക എന്നുള്ള ആ ഒരു ഫാക്ടറിൽ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും അതാണ് ത്രൂ ഔട്ട് ഗ്രോയിങ് ടുഗെദർ ആൻഡ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിർത്തുന്നത്. അത് പ്രണയം മാത്രമല്ല. അപ്പോൾ പലർക്കും ഫീൽ ചെയ്യുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഈ പ്രണയം പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും തോന്നുന്നതാണ് എൻ്റെ മാരേജ് വർക്കൗട്ട് ആവുന്നില്ലേ എന്നുള്ളത്. അപ്പം മാരേജിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല. ചിലർക്ക് അത് പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ അത് മാത്രമല്ല. പ്രണയത്തിന്റെ കാര്യത്തിൽ അശ്വതി നമ്മളെ കൈവിട്ട് കേട്ടോ. കാരണം കാര്യത്തിൽ ഉപദേശിക്കാനില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ കുഴപ്പമില്ല, നമ്മളെല്ലാവരും ആ തോണിയിലായതുകൊണ്ട് വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. അശ്വതി മറ്റൊരു കാര്യം പറഞ്ഞത്, അശ്വതിയുടെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്ന മണ്ടത്തരം തീരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. അത് പ്രണയനഷ്ടമല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അമ്മയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മിസ്കമ്മ്യൂണിക്കേഷനാണ് വേദനിപ്പിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ വിട്ടുകളയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെയാണ്, അവർ നമ്മളെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പോവും. അവരുടെ പ്രായമോ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റോ ഒന്നും പരിഗണിക്കാതെയാണ് നമ്മൾ സംസാരം എന്നുള്ളതാണ്. അശ്വതി സംസാരിക്കുന്ന സമയത്താണ് എനിക്കും മനസ്സിലാവുന്നത്, അയ്യോ ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതേപോലെയാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേക വിഷയമായിട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യമാണ് ഇതെന്നാണ് അശ്വതി സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അശ്വതി? സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പേരൻസ് ശരിക്കും ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈവൻ വി ഓൾസോ ആസ് എ പേരൻറ്റ് പറയുമ്പോൾ നമ്മളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്.
അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവർ ജനിച്ചതോ ജീവിച്ചതോ ആയിട്ടുള്ള ഒരു സാഹചര്യവുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നും, ഈവൻ വാല്യൂ സിസ്റ്റം പോലും കംപ്ലീറ്റ് ഉൾട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ വളർത്തിയത് എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനാണോ ആ ഒരു സൊസൈറ്റി ഇന്നിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അവർ നമ്മളെ ട്രെയിൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ജീവിക്കാനാണ്. അങ്ങനെ ഒരു സിസ്റ്റം പോലും എവിടെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മക്കളെ വളർത്തി ഒരു വിഷനോട് കൂടി, പക്ഷെ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ പേരൻസും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ വാല്യൂ സിസ്റ്റം മാറി, ഇതിനോട് എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നറിയാതെ അവരും അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരോട് കുറച്ചും കൂടെ അവർക്കൊരു മാറ്റം വരുന്നുണ്ട്. അവർ കുറേ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് വരുന്നുണ്ട്. കാര്യം മക്കളെ പഠിപ്പിക്കുന്നത് അവർ നല്ല ജോലിയിൽ, തിരക്കുള്ള ജോലിയിൽ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യണം എന്നുള്ള ഡ്രീമോട് കൂടി ആണെങ്കിൽ പോലും അവർ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്കുണ്ടാവുന്ന ഒരു വാക്വം അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസും എക്യുപ്ഡ് ആവേണ്ടതുണ്ട്. കുറച്ച് മക്കൾ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ അവരുടേതായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനും, നേരത്തെ ഈ പറഞ്ഞ കമ്പാനിയൻഷിപ്പ് ഒക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. പ്രണയമൊക്കെ പോയാലും മക്കൾ മാറിപ്പോയാലും ഈ ഒരു കൂട്ടെന്ന് പറയുന്ന ഒരു സ്പേസ് അവിടെ വേണം എന്നുള്ളത്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആസ് ചിൽഡ്രൻ നമുക്ക് എല്ലായ്പ്പോഴും അവരെ മനസ്സിലാക്കാനോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലേ. നമുക്കൊക്കെ എല്ലാ ദിവസവും പേരൻസിനെ വിളിച്ച് സംസാരിക്കുന്നവർ വളരെ കുറവായിരിക്കും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയോട് സംസാരിക്കാറുണ്ട്, പക്ഷെ അച്ഛനോട് സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും സംസാരിക്കുക. പക്ഷെ എന്നാലും ആ സംസാരിക്കുന്ന സമയം അവരെന്തെങ്കിലും ട്രിഗർ ചെയ്താൽ പോലും ഞാനതിൽ പിടിക്കാതിരിക്കാൻ നോക്കാറുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ട്രിഗർ ചെയ്യും. നിനക്കിപ്പം വേറെ തിരക്കുണ്ടല്ലോ, നീ മറ്റേ ഇന്നാൾ അവിടെ പോയത് എന്നോടൊന്നൊരു വാക്ക് പറയാമായിരുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഇമോഷണലി കയറി പിടിച്ചിട്ട് അച്ഛൻ എന്താ എന്നെ മനസ്സിലാക്കിയാലോ അമ്മയ്ക്ക് എന്താ എന്നെ മനസ്സിലാക്കിയാലോ എന്നുള്ള തരത്തിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് എൻഡ് ചെയ്ത് മാറി നിൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ നമുക്ക് കൊത്താതിരിക്കാം. നമുക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ പേരൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അധികം ഉള്ളിലേക്ക് എടുക്കാതെ മാറി നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പേരൻസിൻ്റെ അടുത്ത് കൂടുതൽ വർക്ക് ആവുന്നത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ബോധവൽക്കരണം നടത്താതെ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, ഇവിടെ ഉള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ആം റെഡി, അവൈലബിൾ, എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണെന്ന് പറഞ്ഞോളൂ എന്നുള്ള തരത്തിലാണ് ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഓരോ പേരൻസും മക്കളുമായിട്ടുള്ള റിലേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എന്നാലും അവരും കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മുടെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അതിലേക്ക് പോകണമെന്നല്ല. നമ്മൾ വന്ന ഫാമിലിയെ കഴിഞ്ഞും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫാമിലിക്കാണെന്നുള്ള പോളിസിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ലവ് ഡൗൺവേർഡ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത് എന്നൊരു തിയറി ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബം, നമ്മൾ ഉണ്ടാക്കിയ കുടുംബം. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട വാല്യൂ, സപ്പോർട്ട്, ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുക. അതിനോടൊപ്പം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫാമിലിക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.